ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ ആദ്യത്തെ റെസിപ്പിയും കൂടിയാണ്. മീൻ പൊള്ളിച്ചതാണെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മീൻ വേണം. മീൻ ഏത് വേണമെങ്കിലും ആവാം, കരിമീനാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പാരമീനാണ്. 2 വലിയ ഉള്ളി വേണം, 2 തക്കാളി വേണം, ചെറിയൊരു പുളി വേണം, ചെറിയൊരു കഷ്ണം പുളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അരമുറി തേങ്ങയുടെ പാല്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പൊടികളായിട്ട് വേണ്ടത്: 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഫിഷൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കണം. ആദ്യം തന്നെ മീനിൽ ഉപ്പ് വെള്ളം കലക്കിയത് നല്ല തേച്ച് പിടിപ്പിക്കണം. എന്നാലാണ് മീനിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ നല്ല പിടിക്കുകയുള്ളൂ. അതിന് ശേഷമാണ് മസാലയൊക്കെ നേരെ തേച്ച് പിടിപ്പിക്കാവൂ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എല്ലാ പൊടികളും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് നാരങ്ങ നീരൊഴിക്കണം. എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാൻ അരമണിക്കൂർ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ ആദ്യം തന്നെ വെച്ചിരുന്നു. ഇപ്പോൾ മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒരു വലിയ പാൻ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ. വലിയ മീനായതുകൊണ്ട് ഉള്ളൊക്കെ വേവാൻ നല്ല ടൈം എടുക്കും. ഒരു പുറം വേവാൻ 1/4 മണിക്കൂറെങ്കിലും എടുക്കും. ചെറിയ തീയിൽ 1/4 മണിക്കൂർ നമ്മൾ ഒരു പുറം വേവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഒരു ഭാഗം നല്ല വെന്തിട്ടുണ്ട്. ഇനി ഞാനത് മറിച്ചിടാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം മീനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി അതിനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വലിയ ഉള്ളി, ചെറിയ ഉള്ളി എന്നിവ വഴറ്റിയെടുക്കണം. ഉള്ളി ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ചെറിയ ഉള്ളി ചേർക്കുന്നത് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. ഉള്ളിയുടെ കൂടെ പച്ചമുളക് ഇട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും പച്ചമുളക്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ പച്ചമുളകൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. എല്ലാ പൊടികളും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. എരിവിനനുസരിച്ച് മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് നല്ല വഴറ്റി കൊടുക്കണം. അപ്പോൾ തക്കാളിക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡിയായി. നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ഫോയിൽ പേപ്പർ എടുത്ത് അതിലേക്ക് മസാലയൊക്കെ പരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല വെച്ച് കൊടുത്ത് ഫോയിൽ പേപ്പർ വെച്ച് നല്ല കെട്ടി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ കെട്ടി വെച്ചതിനെ വെച്ച് കൊടുക്കണം. ഒരു 15 മിനിറ്റ് ആവുന്നത് വരെ ഇത് അടച്ച് വെച്ചിട്ട് നല്ല വേവിക്കണം. ചെറിയ തീയിൽ ഇട്ട് നല്ല വേവിച്ചെടുക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെയും വരും. ബൈ.